കേരളത്തിലെ സുപ്രധാന ശിവക്ഷേത്രങ്ങളിലൊന്നായ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം പുരാതനതയും ആചാര സമ്പന്നതയും കൊണ്ട് പ്രശസ്തമാണ്. രാജരാജേശ്വര ക്ഷേത്രം നൽകുന്ന ഈ വർഷത്തെ രാജരാജേശ്വര കലാരത്ന പുരസ്കാരം സമ്മാനിച്ചു. ശനിയാഴ്ച ക്ഷേത്രത്തിലെ കൊട്ടുംപുറത്ത് വെച്ച് പുരസ്കാരാർഹരായ കലാകാരന്മാർക്ക് പട്ടും വളയും നൽകി. ഉത്തര കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ സ്ഥിതി ചെയ്യുന്ന മഹാശിവക്ഷേത്രമാണ് രാജരാജേശ്വര ക്ഷേത്രം. നൂറ്റാണ്ടുകൾക്ക് മുൻപ് മുതൽ തന്നെ ക്ഷേത്രീയ കലകൾക്കും മറ്റ് പാരമ്പര്യ കലകൾക്കും അംഗീകാരം കൊടുത്തുവരുന്ന ക്ഷേത്രമാണ് രാജരാജേശ്വര ക്ഷേത്രം. രാജരാജേശ്വര ക്ഷേത്രം നൽകുന്ന ഈ വർഷത്തെ രാജരാജേശ്വര കലാരത്ന പുരസ്കാര സമർപ്പണം ശനിയാഴ്ച വൈകുന്നേരം രാജരാജേശ്വര ക്ഷേത്രാങ്കണത്തിൽ വച്ച് നടന്നു. ഏലൂർ അരുൺദേവ് വാര്യർ, നീലേശ്വരം സന്തോഷ് മാരാർ, സദനം ഉണ്ണികൃഷ്ണൻ എന്നിവർക്കാണ് ഈ വർഷത്തെ പുരസ്കാരം. ഏലൂർ അരുൺദേവ് വാര്യറിന് മദ്ദളത്തിലും നീലേശ്വരം സന്തോഷ് മാരാർക്ക് ചെണ്ടയിലും സദനം ഉണ്ണികൃഷ്ണന് ശാസ്ത്രീയ നൃത്തത്തിലുമാണ് പുരസ്കാരം ലഭിച്ചത്. രാജരാജേശ്വര കലാരത്നം ഏലൂർ അരുൺ ദേവവാര്യ, ശ്രീ രാജരാജേശ്വര കലാരത്നം എല്ലൂർ അരുൺ ദേവവാര്യ, ശ്രീ രാജരാജേശ്വര കലാരത്നം എല്ലൂർ. ക്ഷേത്രകലാരംഗത്ത് മഹനീയമായി കണക്കാക്കുന്ന രാജരാജേശ്വര ക്ഷേത്രത്തിലെ പട്ടും വളയും ക്ഷേത്രകലകളിൽ മികവ് തെളിയിക്കുന്നവർക്ക് നൽകുന്ന അംഗീകാരമാണ്. മലയാളിയുടെ സംസ്കാരത്തിൽ ബഹുമാനവും ആദരവുമാണ് വ്യക്തിയുടെ മൂല്യമളക്കാനുള്ള പ്രധാന മാനദണ്ഡം. ഈ ബഹുമതി പ്രകടിപ്പിക്കുന്ന പരമ്പരാഗത രീതികളിലൊന്നാണ് പട്ടും വളയും നൽകി ആദരിക്കൽ. സാമൂഹ്യ, സാംസ്കാരിക, മതപരമായ പരിപാടികളിൽ പ്രശസ്തരായ വ്യക്തികളെയോ സേവനനിരതരായവരെയോ ആദരിക്കുമ്പോൾ ഈ ചടങ്ങ് നടത്തുന്നതാണ് പതിവ്. പൗരന്മാരുടെ നേട്ടങ്ങളെ സമൂഹം അംഗീകരിക്കുന്നതിന്റെ പ്രതീകമായും ഇത് കണക്കാക്കുന്നു. മട്ടന്നൂർ ശങ്കരൻകുട്ടി ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. പുരസ്കാര സമർപ്പണ ചടങ്ങിനോടനുബന്ധിച്ച് വെള്ളിയാഴ്ച വൈകുന്നേരം പുരസ്കാര ജേതാക്കളുടെ കലാസമർപ്പണവും അരങ്ങേറിയിരുന്നു.